ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കോളോ മെസ്സേജോ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കോളൊക്കെ ഒരു മെസ്സേജൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ, ഒരു കോൾ വരാൻ ചാൻസസ് ഉണ്ടോ, കോൺടാക്ട് ലഭിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ആരെങ്കിലും ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റ് ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റ്, ഒരു കോളോ മെസ്സേജ് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കോണ്ടാക്റ്റ് ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടുന്നത് 4 of Swords ഒരു കാർഡാണ്. സെക്കൻഡ് കാർഡ് 5 of Pentacles റിവേഴ്സ്, the Magician കാർഡ് 2 of Pentacles, 6 of Pentacles, 3 of Pentacles, the Fool കാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്, 4 of Pentacles, the Empress കാർഡ് കിട്ടുന്നുണ്ട്, Strength, 9 of Pentacles, 7 of Cups ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മാസ്റ്റർ കാർഡ് നമുക്ക് നോക്കാം. ഓക്കെ, 8 of Pentacles ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഒരു കോണ്ടാക്റ്റോ ഒരു മെസ്സേജൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുമ്പോൾ 4 of Swords ഒരു കാർഡാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഒരു സൈലന്റ് കാർഡാണ്. അതായത് ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു നിശബ്ദത അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ്, ഒരു ഇടവേളയുടെ ചിന്ത, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അവരൊന്ന് സെറ്റിൽ ആകാനായിട്ട് കാത്തിരിക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോണ്ടാക്ട്, നേരിട്ടുള്ള ഒരു കോണ്ടാക്ട് ഇല്ലെങ്കിലും പൂർണ്ണമായിട്ടും നിങ്ങളെ മറന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥയല്ല, ഒരു സിറ്റുവേഷൻ അല്ല നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മളൊരു കോണ്ടാക്ട് കിട്ടാനുള്ള ഒരു ചാൻസസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 5 of Pentacles റിവേഴ്സ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ്. ഒരു അകലം, ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ കുറച്ച് ഡിസ്കണക്റ്റ് നിങ്ങൾ തമ്മിലുണ്ട്. കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങൾ വന്നു, കുറേ കാര്യങ്ങളിൽ ധാരണകൾ വന്നു. ഇങ്ങനെ അതുകൊണ്ട് നിങ്ങളൊരു സെപ്പറേഷനിലേക്ക് പോയി, ഡിസ്റ്റൻസിലേക്ക് പോയിട്ടുണ്ടാകാം. അപ്പോൾ അവിടെ ഒരു ഡിസ്കണക്ട് ഫീല് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു സാധ്യതയാണ് നമുക്കിവിടെ 5 of Pentacles റിവേഴ്സ് കാണിച്ചിരുന്നത്. അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള ഈ ഒരു മജീഷ്യൻ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കാനുള്ള ശക്തമായിട്ടുള്ളൊരു സൂചനയാണ്. അതായത് ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുന്നത് പോലെയുള്ളൊരു കാർഡാണ് മജീഷ്യൻ കാർഡ്. ആരെങ്കിലും ഒരാൾ ഇവിടെ മുൻകൈ എടുക്കുന്നു റിലേഷൻഷിപ്പിൽ ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങാനായിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് ആ ഒരു മുൻകൈ എടുത്ത് നിങ്ങളിലേക്ക് വരുന്ന ഒരാൾ എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് പറ്റും. പിന്നെ 2 of Pentacles കാർഡാണ് വന്നിട്ടുള്ളത്. ഈ ഒരു 2 of Pentacles പറയുന്ന ആ വ്യക്തി ഇപ്പോൾ ചില കാര്യങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ ജീവിതവും, അതായത് അവരുടെ കരിയറും അതുപോലെ തന്നെ അവരുടെ ലൈഫ്, അതും ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകാം, അതും അവരുടെ കരിയറും അവർ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. സാമ്പത്തികപരമായ കുറേ പ്രശ്നങ്ങളും അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ അവരുടെ ഫാമിലിയും നിങ്ങളെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇട്ടിട്ട് അവർ 2 കാര്യങ്ങൾ വെച്ചിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ കോണ്ടാക്ട് വരുമെങ്കിൽ പോലും അത് പെട്ടെന്ന് വരില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഒരു എനർജി കിട്ടുന്നുണ്ട്. കുറച്ച് സമയമെടുക്കും. അപ്പം അവർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റിലേഷനുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 6 of Pentacles 3 of Pentacles ഒരുമിച്ച് വരുന്നത്
ഒരു കമ്മ്യൂണിക്കേഷൻ, പരസ്പരമുള്ളൊരു കോൺവെർസേഷൻ, അല്ലെങ്കിൽ ഒരുമിച്ച് സഹകരിച്ച് പോകുന്ന ഒരു കാര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമം, ഇതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവർ നിങ്ങളുമായിട്ട് വീണ്ടും സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത ഉണ്ടാക്കി, ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി ലൈഫിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഒരു കണക്ഷൻ റീബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഒരു കോണ്ടാക്ട്? അപ്പോൾ നമ്മളിപ്പോൾ ഈ മുകളിലുള്ള എല്ലാ കാർഡുകളിലും നമ്മൾ കണ്ടു കഴിഞ്ഞു, ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസും 3 ഓഫ് പെൻറ്റക്കിൾസും ഒരുമിച്ച് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു 6 ഓഫ് പെൻറ്റക്കിൾസും 3 ഓഫ് പെൻറ്റക്കിൾസും ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു കോൺവെർസേഷനുമായിട്ട്, ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ വരാനുള്ള ചാൻസസ് ആണ് നമുക്ക് കൂടുതലും ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ് ഈ ഒരു കാർഡ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. അപ്പം ഫുൾ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പുതിയ തുടക്കത്തിന്റെ കാർഡാണ്. അതിൽ നിങ്ങളിലേക്ക് ഒരു ഡയറക്റ്റ് ഒരു റീസ്റ്റാർട്ട് ചെയ്ത് ഒരു പുതിയ കോണ്ടാക്റ്റ് വരാനായിട്ടുള്ള ചാൻസസ് ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് റോയിലെല്ലാം കണ്ടു കഴിഞ്ഞു നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്റ്റുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ വരുന്നു എന്നുള്ളതിന്റെ സാധ്യതകൾ എല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. മജീഷ്യൻ കാർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഒരു കോണ്ടാക്റ്റ് വരുമെന്ന് തന്നെയാണ്. പിന്നെ ഫുൾ കാർഡിലേക്ക് വരുമ്പോൾ അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നു, അതായത് അത് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ റിലേഷൻഷിപ്പ് ഒരു ചെറിയ മെസ്സേജിലൂടെയൊക്കെ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്ന് കാഷ്വലായിട്ട് വന്നിട്ട് അപ്രതീക്ഷിതമായിട്ടോ കാഷ്വലായിട്ടോ ഒക്കെ രീതിയിൽ കോണ്ടാക്ട് നിങ്ങളിലേക്ക് വരും. ഒരു മെസ്സേജിലൂടെയൊക്കെ അത് റീസ്റ്റാർട്ട് ചെയ്ത് ബിൽഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത് ആ വ്യക്തി ഇപ്പോഴും കുറച്ച് ഒരു ഗ്രാജുവലായിട്ട് അങ്ങനെ ഒരു രീതിയിൽ ഇത് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ഫീലിങ്സുകളൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊക്കെ തുറന്ന് പറയാനായിട്ട് കുറച്ച് മടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ എംപ്രസ് കാർഡ് ഉണ്ട്, അതുപോലെ സ്ട്രെങ്ത് കാർഡ്, നൺ ഓഫ് പെൻറ്റക്കിൾസ്. ഈ കാർഡുകളൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. എംപ്രസ്, സ്ട്രെങ്ത്, നൺ ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ഇത് കാണിക്കുന്നത് അവർ നിങ്ങളെ ശരിക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങളെ വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കാണുന്നത്. അപ്പോൾ അത്രയ്ക്ക് അവർക്ക് നിങ്ങളോട് ഇഷ്ടമാണ്, സ്നേഹമാണ് എന്നുള്ളത്. നിങ്ങൾക്ക് ഒത്തിരി വാല്യൂ തരുന്നുണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ആത്മവിശ്വാസമുള്ള ഒരാളായി ആണ് എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയായിരിക്കാം. അതുപോലെ സ്വന്തം മൂല്യം അറിയുന്ന ഒരാളായിട്ട് അവർ കാണുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി അട്രാക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ആ ഒരു മെച്യൂർ ആയിട്ടുള്ള ഫീലിങ്സുകളും ഉള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ അവർ കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. പിന്നെ അത് അങ്ങനെയൊക്കെ നിങ്ങളെ കാണുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ എന്താണ് നിങ്ങളിലേക്ക് വരാനായിട്ടൊരു തടസ്സമായിട്ട് ഇവിടെ നിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 7 ഓഫ് കപ്സിന്റെ കാര്യം പറയേണ്ടതായിട്ട് വരും. ഈ ഒരു 7 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആശയക്കുഴപ്പം, അനിശ്ചിതത്വം, പല സാധ്യതകളെ കുറിച്ചുള്ള ചില ചിന്തകൾ, ഇതൊക്കെയാണ് നമുക്കിവിടെ 7 ഓഫ് കപ്സ് പറഞ്ഞു തരുന്നത്. അവർക്ക് എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം അവർക്കറിയില്ല ഇതെങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വഴക്കുകൾ, പ്രശ്നങ്ങൾ, പറഞ്ഞുപോയ വാക്കുകൾ, ഇതെല്ലാം എങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ഇനി മുന്നോട്ടേക്ക് ഇത് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ച് അവർക്ക് ഒരു വ്യക്തതയും ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്. പിന്നെ നമ്മളിവിടെ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ 8 ഓഫ് പെൻറ്റക്കിൾസിന്റെ ഒരു കാർഡ് കാണുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ആണ് ഈ ഒരു കാർഡ് നൽകുന്നത്. ഈ ഒരു സ്പ്രെഡിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. ഈ ഒരു കാർഡ് പറയുന്നത് കാര്യങ്ങളൊക്കെ ക്രമേണ മുന്നോട്ടേക്ക് പോകും, കോണ്ടാക്ട് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്, പക്ഷേ അത് ഒരു സ്ഥിരതയുള്ള ഒരു എഫേർട്ട് മുഖേന വികസിക്കുന്ന തരത്തിലുള്ളതായിരിക്കും എന്നുള്ളതാണ്. പെട്ടെന്നുള്ള വലിയൊരു ഡിക്ലറേഷനേക്കാൾ ചെറിയ ചെറിയ കോൺവെർസേഷനിൽ നിന്നും വളർന്നു വരുന്ന ഒരു കണക്ഷൻ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഒരു ചെറിയ എഫേർട്ട് ഇട്ട് നിങ്ങളിലേക്ക് വന്ന് ഒരു കോളോ മെസ്സേജ് ഒക്കെ തന്നിട്ട് അങ്ങനെ അത് പിന്നീട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോയി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ഈ സ്പ്രെഡിൽ കോണ്ടാക്റ്റിനുള്ള ഒരു എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ് തന്നെ കാണുന്നുണ്ട്, പക്ഷെ അത് ഗ്രാജുവൽ ആണ് എന്നാണ് അർത്ഥം.
ഇവിടെ പോസിറ്റീവ് എന്നത് കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ്ഡ് വന്നിട്ടുണ്ട്, മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്, 6 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, ദ ഫുൾ കാർഡ് ഉണ്ട്. ഈ ഒരു കാർഡുകൾ റിലേഷൻഷിപ്പ് വീണ്ടും പുനഃസ്ഥാപിക്കലിനെയും അതുപോലെ തന്നെ കോൺവെർസേഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നതിനെയും പുതിയൊരു തുടക്കത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇത് ഗ്രാജുവൽ ആയിരിക്കും, പതിയെ സംഭവിക്കുന്ന ഒന്നായിരിക്കും എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ എവിടെയും വളരെ പെട്ടെന്നുള്ള ഒരു ആക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നേ ഇല്ല. അങ്ങനെയുള്ള കാണിക്കുന്ന ശക്തമായ കാർഡുകൾ, ഉദാഹരണത്തിന് ഇപ്പോൾ നൈറ്റ് ഓഫ് സോർഡ്സ് അല്ലെങ്കിൽ 8 ഓഫ് വാൻഡ്സ് പോലെയുള്ള കാർഡുകളൊന്നും നമുക്ക് വന്നിട്ടില്ല. പകരം നമുക്കിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 4 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, 2 ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് പെൻറ്റക്കിൾസ്, ഇത്രയും കാർഡുകളാണ്. അപ്പോൾ 4 ഓഫ് സോർഡ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു വെയിറ്റിംഗ് എനർജിയാണ്, കാത്തിരിപ്പിന്റെ ഒരു കാർഡ്, ഒരു സൈലൻസ് ആണ്, ഡിസ്റ്റൻസ് ആണ്, അത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 2 ഓഫ് പെൻറ്റക്കിൾസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും കാര്യങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് തന്ത്രപ്പാട് പെടുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഫീലിങ്സുകൾ ഒത്തിരി ഉണ്ട്, പക്ഷെ അത് തുറന്ന് പറയാനായിട്ട് മടിക്കുന്ന ഒരു വ്യക്തി. 8 ഓഫ് പെൻറ്റക്കിൾസിലേക്ക് വരുമ്പോഴത്തേക്കും പതിയെ പതിയെ അവർ ഒരു എഫോർട്ട് ഇട്ട് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇതെല്ലാം ചേർത്ത് പറയുകയാണെങ്കിൽ ഒരു കോണ്ടാക്ട് ഉണ്ടാവാം, പക്ഷെ അത് ഒരു ദിവസം പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു വലിയൊരു മാറ്റമായിട്ട് നിങ്ങളിലേക്ക് വരില്ല. ആദ്യം ചെറിയൊരു മെസ്സേജ്, ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു കാഷ്വൽ കോൺവെർസേഷൻ ആയിട്ടൊക്കെ തുടങ്ങാം, എന്നിട്ട് അത് ഗ്രാജുവലി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകും എന്നതാണ്. അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു റീഡിംഗ് ഒക്കെ കണ്ട് എൻ്റെ പേഴ്സൺ നിന്ന് എനിക്ക് കോണ്ടാക്ട് മെസ്സേജ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നൊക്കെ റീഡിങ്ങിലൊക്കെ കണ്ട് വളരെ ഹാപ്പി ആയിട്ട് ഇപ്പം തന്നെ പെട്ടെന്ന് തന്നെ അവർ വിളിക്കും അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അല്ല, ഫീലിങ്സുകളും തുറന്ന് അവർ പറയും നിങ്ങളോട്, ബന്ധം ഉടനെ തന്നെ ആ ഒരു പഴയ രീതിയിലേക്ക് പോകും റിലേഷൻഷിപ്പ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ ഈ ഒരു സ്പ്രെഡ് പറയുന്നത് ആദ്യം ഒരു ചെറിയ മെസ്സേജ് ഒക്കെ ആയിട്ട് അവർ വന്നേക്കാം. ഇനി വരുന്ന ദിവസങ്ങളിൽ അങ്ങനെ ഒരു മെസ്സേജോ ഒരു കോളോ ഒക്കെ നിങ്ങളിലേക്ക് വന്നേക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ സംസാരിക്കാൻ തുടങ്ങാം. അതിനുശേഷം മാത്രമേ ഒരു കണക്ഷൻ ശക്തമായിട്ട് ഉള്ള ആ ഒരു രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ സ്ട്രെങ്ത് കാർഡും എംപ്രസ് കാർഡും അതുപോലെ 9 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 കാർഡുകൾ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ പിന്തുടർന്ന് ഓടുന്നതിനേക്കാൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി ക്ഷമയോടെ ഇരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. കാരണം ചിലപ്പോൾ കോണ്ടാക്ട് വരുന്നതിന് മുൻപ് മറ്റേ ആൾക്ക് സ്വന്തം കൺഫ്യൂഷൻ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ടുള്ള സമയം വേണമായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ഇന്റർവെല് ഇടവേള വേണം. അപ്പൊ ഈ ഒരു 7 ഓഫ് കപ്സ് അതെ ഈ കാണിക്കുന്ന ഒരു കൺഫ്യൂഷനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സമയം അവിടെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് ആ ഒരു സമയം നിങ്ങളും അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക, അവരെ ചേസ് ചെയ്യാതിരിക്കുക. പിന്നെ ഈ ഒരു സ്പ്രെഡിൽ കോണ്ടാക്ട് ഇല്ല എന്ന് പറയുന്ന ഒരു എനർജിയും നമുക്ക് കാണാനായിട്ട് വരാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ഇനി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. പകരം വാതിലുകൾ പൂർണ്ണമായും അടഞ്ഞിട്ടില്ല, പക്ഷെ അത് പതിയെ തുറക്കുകയാണ്. അതിനാൽ തന്നെ കുറച്ച് ക്ഷമയും സമയവും ആവശ്യമാണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കി തരുന്ന യൂണിവേഴ്സ്. ഓക്കെ, അതായത് പോസിറ്റീവ് ആണ്. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ പോസിറ്റീവായ കാർഡുകളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്, പക്ഷെ അത് ഒരു ഗ്രാജുവൽ ആയിട്ടായിരിക്കാം ആ ഒരു കോൺവെർസേഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ റീബിൽഡ് ഒക്കെ നിങ്ങളിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ 5 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് വന്നിട്ടുള്ളത് കൊണ്ടും മജീഷ്യൻ കാർഡ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, ദ ഫൂള്, 8 ഓഫ് പെൻറ്റക്കിൾസ്, ഈ ഒരു കാർഡുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കോണ്ടാക്റ്റിനുള്ള സാധ്യത വളരെ ശക്തമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു റീഡിങ്ങിന്റെ എനർജി നമ്മൾ നോക്കുമ്പോൾ നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്റ്റുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ വരുമോ എന്നുള്ളൊരു ചോദ്യത്തിന് യെസ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കോണ്ടാക്റ്റ് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ അത് ഉടനെ സംഭവിക്കണം എന്നില്ല. ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുകയും സാഹചര്യങ്ങൾ ബാലൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടേതായ ഒരു സ്പേസ് അവരെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസിന് ശേഷം കോണ്ടാക്റ്റ് വന്നാൽ അതൊരു പുതിയ തുടക്കത്തിലേക്കുള്ള ചെറിയൊരു ചുവടുവെപ്പായി ആരംഭിക്കാനാണ് കൂടുതൽ സാധ്യത എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അല്ലാതെ ഓടി വന്ന് പെട്ടെന്ന് തന്നെ ഒരു റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്ത് പഴയ ആ ഒരു സ്നേഹത്തിലേക്കും പഴയ ഒരു വൈബിലേക്കും ഒക്കെ പോകുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് ഈ സെയിം കാർഡുകൾ വെച്ചിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കിവിടെ യൂണിവേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഫസ്റ്റ് ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കണം. ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. പക്ഷേ ആ ഒരു കാത്തിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സ്റ്റക്കാക്കി നിർത്തിക്കൊണ്ട് ഒരിക്കലും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കരുത്. അങ്ങനെ നിങ്ങളുടെ ജീവിതം നിർത്തിക്കളയരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്.
പിന്നെ 9 ഓഫ് പെന്റിക്കിൾസിന്റെ ഒരു എനർജി സ്വീകരിക്കുക, അതായത് നിങ്ങളുടെ സ്വന്തം വളർച്ചയിലും സന്തോഷത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതാണ് ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞത്, ഈ ഒരു കോണ്ടാക്ട് ലഭിക്കും എന്ന് നമ്മളിവിടെ കേട്ട് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു പഴയ ഇതിലേക്ക് പോയി പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ആ പഴയ വൈബിലേക്കൊക്കെ പോകുന്നുള്ള അങ്ങനെയുള്ള അമിതമായ പ്രതീക്ഷകളൊക്കെ ഒഴിവാക്കുക. അതാണ് ഇവിടെ 7 ഓഫ് കപ്സ് നമുക്ക് ലാസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു കോൺഫിഡൻസും ക്ഷമയും ഒക്കെ ആത്മവിശ്വാസവും ഒക്കെ നിലനിർത്താനായിട്ട് ശ്രമിക്കുക. സ്ട്രെങ്ത് കാർഡ് അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സണിന്റെ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അതൊരു വളരെ എക്സൈറ്റ്മെന്റോട് കൂടി കാണാതെയും അല്ലെങ്കിൽ ഒട്ടും വിലയില്ലാത്തതുപോലെ കാണാതെയും ഇരിക്കുക. ഒരു സ്വാഭാവികമായിട്ട് അതിനോട് പ്രതികരിക്കുക. നിർബന്ധിച്ച കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുതെന്നും യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ കോണ്ടാക്ട് വരാനുള്ള എനർജി നോക്കിക്കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസ് ആണ്. പക്ഷെ ഇത് ഗ്രാജുവലി ആണ് നടക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് സോൾ മെസ്സേജസ് കൂടി നമുക്കൊന്ന് നോക്കാം. ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് കോണ്ടാക്റ്റുമായി നിങ്ങളിലേക്ക് വരാനായിട്ട് നിൽക്കുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഈ ഒരു സമയത്ത് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്നോട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സോൾ മെസ്സേജ് നമുക്കൊന്ന് നോക്കാം. ഐ ഹൈഡ് മൈ ടീയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, എൻ്റെ പുഞ്ചിരിയുടെ മറവിൽ ഞാൻ എൻ്റെ വിഷമങ്ങൾ, എൻ്റെ കണ്ണുനീര് ഒളിപ്പിച്ചു വെക്കുകയാണ് എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയുന്നുണ്ട്. യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ. ഓക്കെ, നിങ്ങളാണ് അവരുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പാർട്ട്ണർ എന്ന് ഈ ഒരു സമയത്ത് അവർ പറയുന്നുണ്ട്. റൈറ്റ് നൗ ഐ ആം റിയലൈസിങ് ദാറ്റ് ഐ വാസ് സെൽഫിഷ് ആൻഡ് ഇമ്മച്യൂർ. പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി സോറി സോറി. ഓക്കെ, അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഈ ഒരു സമയത്താണ് അവർ സെൽഫിഷ് ആയിരുന്നു, അതുപോലെ തന്നെ ഒത്തിരി പക്വതയില്ലാത്ത തീരുമാനങ്ങളൊക്കെ അവർ എടുത്തു എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് അവർ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഓക്കെ, ഐ വാണ്ട് ടു ടെൽ യു സം മെസ്സേജസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഒക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. ഐ ആം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് അണ്ടിൽ ഐ ക്യാൻ മീറ്റ് യു അഗെയിൻ. ലവ് യു. ഓക്കെ, നിങ്ങളെ അവരുടെ ലൈഫിൽ കിട്ടിയതിൽ ഒത്തിരി ലക്കിയാണ്, ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ് എന്നവർ പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഇനി വരാനായിട്ടുള്ള ആ ഒരു ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡേയ്സ് അവർ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സമയങ്ങൾ, മണിക്കൂറുകൾ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. ഗീവ് മീ അനദർ ചാൻസ്. ഓക്കെ, അവർക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കാൻ അവർ ആവശ്യപ്പെടുകയാണ് നിങ്ങളോട്. ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു. ഐ ആം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ. ഓക്കെ, അവർ ഈ ഒരു സമയത്ത് ഒത്തിരി ശൂന്യത അനുഭവിക്കുന്നു, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് എന്നവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഒത്തിരി ലെസൺസ്, ഹാർഡായിട്ടുള്ള ലെസൺസ് ഒക്കെ പഠിച്ചു, അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു എന്ന് അവർ തന്നെ നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സോൾ മെസ്സേജ്. ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ഓക്കെ, അവർ നമുക്കത് തന്നെ റീഡിങ് കിട്ടിയതാണ്. അവർ കറക്റ്റായിട്ട് ആ ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യമാണ് അവരോട് പറയുന്നത്. ഓക്കെ, കുറച്ച് ക്ലൂസും കൂടെ തന്നെ എടുക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ ചാറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. 2002 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. മോൾ ഓൺ റൈറ്റ് ചീക്സ്, റൈറ്റ് സൈഡിലെ കവിളിലെ മറുകളുള്ള വ്യക്തികളാകാൻ ചാൻസസ് ഉണ്ട്. ലവ് ബിൽ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. സെൽഫ് എംപ്ലോയ്ഡ്, സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്പർ 46 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 37 കിട്ടുന്നുണ്ട്. ഡാൻസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഗെയിമിംഗ് നമ്പർ 32. ആക്ടിങ് കിട്ടുന്നുണ്ട്. ഫോളോ ന്യൂ ട്രെൻഡ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാകാൻ ചാൻസസ് ഉണ്ട്. ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 48 കിട്ടുന്നുണ്ട്. നമ്പർ 3 കിട്ടുന്നുണ്ട്. നമ്പർ 4 1982 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. പാലക്കാട് ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. ഫുട്ബോൾ, ലൈക്സ് ട്രാവലിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ചാൽഡിഷ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചാൽഡിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് ക്രേസ് ഉള്ള വ്യക്തികളാകാൻ ചാൻസസ് ഉണ്ട്. മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
സെക്കൻഡ് സ്റ്റഡി ഇട്ടിട്ടുള്ള വ്യക്തികളാകാൻ ചാൻസസ് ഉണ്ട്. ഓറഞ്ച് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ. 2003 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോയർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. പെയിന്റിങ്, ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളായിരിക്കാം, എബ്രോഡൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. അതുപോലെ തന്നെ നമ്പർ 12 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 29 കിട്ടുന്നുണ്ട്. എബ്രോഡ്, ഓക്കെ. 6 days എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമൻറ്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.